വിദഗ്ധ ചികിത്സയും ശസ്ത്രക്രിയയും ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ ആശുപത്രികളെ ഒഴിവാക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു പതിവുണ്ട്. സർക്കാർ ആശുപത്രികളിൽ സങ്കീർണമായ ശസ്ത്രക്രിയ ചെയ്യാൻ ആവശ്യമായ നൂതന സംവിധാനങ്ങളുടെ അപര്യാപ്തതയുണ്ടെന്ന പൊതുധാരണയാണ് ഇതിനു പിന്നിൽ. എന്നാൽ സർക്കാർ ആശുപത്രികളിലെ സ്പെഷ്യാലിറ്റി ചികിത്സയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടിക് ശസ്ത്രക്രിയ. അകത്തും പുറത്തും വൻകിട ആശുപത്രികളിൽ മാത്രം ലഭ്യമായ ഒന്നാണ് റോബോട്ടിക് സർജറി യൂണിറ്റ്. ഇതിന്ന് കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ പ്രധാന ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളായ തിരുവനന്തപുരം RCCയിലും കണ്ണൂരിലെ മലബാർ ക്യാൻസർ സെന്ററിലുമാണ് റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ രോഗിയുടെ അതിസങ്കീർണമായ ശരീരഘടന 10 മടങ്ങ് വലിപ്പമുള്ള HD ക്വാളിറ്റിയിലുള്ള 3D ചിത്രമാക്കി മാറ്റും. ഇത് ശസ്ത്രക്രിയ വിദഗ്ധന് ലഭ്യമാക്കുന്നതിലൂടെ കൂടുതൽ കൃത്യതയോടും വൈദഗ്ധ്യത്തോടും ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇത്തരമൊരു നേട്ടം ഈ കുറഞ്ഞ കാലയളവിൽ കൈവരിക്കാനായിട്ടില്ല. എൻ്റെ പേര് ഡോക്ടർ മധു മുരളി. ഞാൻ RCCയിലെ സർജിക്കൽ ഓൺകോളജിയിൽ വർക്ക് ചെയ്യുന്നു. RCCയിലെ റോബോട്ടിക് സർജറി വന്നിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലാകുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറീസ് റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ പ്രിസിഷനോടുകൂടി ചെയ്യാൻ പറ്റുന്നു. എല്ലാത്തരം ക്യാൻസറിലും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ പോലും കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ പ്രിസിഷൻ വേണ്ട ക്യാൻസർ സർജറീസ് ഇതിലൂടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റോബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു താക്കോൽദ്വാര ശസ്ത്രക്രിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുറിവുകൾ കാണില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവിൽ വേദന കുറവായിരിക്കും. റിക്കവറി ഫാസ്റ്റർ ആയിരിക്കും. രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോകാനും സാധിക്കുന്നു. ഉറപ്പാണ് ആരോഗ്യ കേരളം, അഭിമാനമാണ് ഇടതുപക്ഷം.